ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈദ് രാവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തലേ ദിവസത്തെ വൈകുന്നേരം തൊട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു നോക്കുക. ഒരു എന്താ പറയുക, വെറൈറ്റി പുഡിങ്ങും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണിനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ വൈകുന്നേരം തന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഇങ്ങനെ വെള്ളം ആറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ നാളെ ചിക്കൻ ഞാൻ മന്തിക്കാണ് കേട്ടോ, മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മന്തിയാണ് ഉണ്ടാക്കുക. അപ്പോൾ തലേ ദിവസമാണല്ലോ. അപ്പോൾ അതെല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതാ ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് പുറത്ത് വെച്ചിട്ട് കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോഴത്തേക്കും ഇത് തണുപ്പെല്ലാം വിട്ട് പിന്നെ മന്തിയിലേക്കുള്ള എളുപ്പമല്ലേ. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ ഒന്നും എന്താ പറയുക, ഞാൻ മസാലയൊന്നും ആക്കിയിട്ടൊന്നും വെക്കുന്നില്ല കേട്ടോ. ബിരിയാണിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാൽ തന്നെ മന്തിയിലൊക്കെ ആണെങ്കിൽ നല്ല ഈസി ആയിരിക്കില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ചിക്കൻ ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ബീഫ് ഈ സമയത്ത് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ബീഫ് കുറച്ച് വൈകിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ തന്നെ കഴുകി ക്ലീൻ ചെയ്തിട്ട് ബോക്സിലാക്കി, വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം നമ്മളെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം കുക്ക് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ 2 ബോക്സിലൊക്കെ ആക്കിയിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട്. ബീഫും ഇതുപോലെ തന്നെ. ഇനിയും ഇന്നത്തെ നോമ്പ് തുറേൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയാണ് ഇന്ന്. ലാസ്റ്റ് നമ്മളെ ഇഫ്താറാണ് ഇന്ന്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ദോശക്കല്ലാട്ടോ. ഇത് ഞാൻ കുറച്ച് നേരത്തെ ഒരു ഉച്ചക്കൊക്കെ നമ്മളെ ഇറച്ചിപ്പത്തിരി ഉണ്ട്, നമ്മൾ ചൊറപ്പത്തിരി എന്നൊക്കെ പറയും. അപ്പോൾ അത് കുറേ പേരുണ്ടാക്കിയിട്ടൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൊറപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, ജംഷീർ റെസിപ്പീസ് ചൊറപ്പത്തിരി അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിരി ഒക്കെ ഒന്ന് അടിച്ച് നോക്കിയത് നിങ്ങൾക്ക് റെസിപ്പി കിട്ടും കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ പച്ചരിയും ചൊറരിയും കൂടെ, അതായത് ഒന്നുമില്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നെയ്ച്ചോറരിയും നമ്മൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കുന്ന അരിയില്ലേ, അതും സാദാ നമ്മൾ ചോറരിയും കൂടെ മിക്സ് ആക്കിയിട്ട് കുതിർത്തിട്ട് ഇങ്ങനെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഓരോ പീസെല്ലാം ഉള്ളിയെല്ലാം കൂട്ടിയിട്ട് തേങ്ങാപ്പാലിൽ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ തേങ്ങ ചേർത്തിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ 2 റെസിപ്പിയും ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ. അപ്പോൾ റെസിപ്പി ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്, വ്ളോഗിലും ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി തന്നെ കിട്ടും. നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. കുറേ പേർക്കെല്ലാം അറിയുന്ന തന്നെയായിരിക്കും. പക്ഷേ നമ്മളിവിടെ വയനാട് ഇത് സ്പെഷ്യലാണ് കേട്ടോ. വയനാടിൻ്റെ സ്പെഷ്യൽ തന്നെയാണിത്. പക്ഷേ കുറേ സ്ഥലത്തേക്കൊന്നും ഇത് അറിയില്ല കേട്ടോ. അപ്പോൾ എണ്ണയിലൊന്നും ആക്കാത്ത നല്ല കിട്ടു പലഹാരമാണ് കേട്ടോ. കിട്ടു സാധനമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം സ്നാക്സ് ആയിട്ടും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. പറയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടെ, ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഞാനത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാണിച്ചതുകൊണ്ട് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള റെസിപ്പി ഞാൻ ഇന്ന് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ആക്കി വെച്ചാൽ നമുക്ക് വേണമെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം തന്നെ ആക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇത് എടുക്കാമെന്നാണ് വിചാരിക്കും. ഇതൊരു ഞാൻ പ്ലേറ്റിലാണ് വയ്ക്കുക. അപ്പോൾ ഒരു പ്ലേറ്റ് അങ്ങ് മാറ്റി വെച്ചാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതിൻ്റെ ഒന്നും അത്രയും നമ്മൾ കഴിക്കുള്ളൂ. പലതും പെട്ടെന്ന് തന്നെ നമ്മൾ ചോറെല്ലാം പെട്ടെന്ന് തന്നെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര കാര്യമായിട്ട് അന്ന് കഴിക്കില്ല കേട്ടോ. എന്തെങ്കിലും പഴം പുഴുങ്ങിയത്, എഗ്ഗ്, അല്ലെങ്കിൽ പുട്ടെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു പീസ് കഷ്ണം അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കലുള്ളൂ. ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കലില്ല. അപ്പോൾ ഇത് ഞാൻ വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇത് കാണിച്ചിട്ട് അതാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാത്തത്. ഇങ്ങനെ പ്ലേറ്റിൽ നമ്മൾ നെയ്യ് എന്തെങ്കിലും തടവിയിട്ട് ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ആറി വരുമ്പോൾ, വെന്ത് വരുമ്പോഴല്ല ആറി വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സമൂസേൻ്റെ എല്ലാം മസാലയല്ലേ, ബീഫ് ചിക്കനിലോ ഫിഷിലോ ഒക്കെ ചെയ്യുക. പക്ഷേ ബീഫിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ, നമ്മുടെ കയ്യിൽ ഏത് പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കുക. പ്ലേറ്റൊന്നും വേണമെന്നില്ല. നമ്മൾ അത് ഫുള്ളാകുന്നവരെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു മാക്സിമം 20 മിനിറ്റ് വെച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് സുഖമായിട്ട് എടുത്ത് മാറ്റാം.
അപ്പോൾ അതാണ് ഒരൈറ്റം. അത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരമാണ് ചെയ്യുന്നത്. വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ ദോശയാണ്, നമ്മളെ പച്ചരി അരച്ചിട്ടുണ്ടാക്കുന്ന നീർദോശ ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അതിലേക്ക് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും നാളെ ഇതിന് ഇറച്ചിയും ബീഫും എല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ അതിൽ ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് കടലക്കറി ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. കടലക്കറിയിലേക്ക് ഒരു ഉള്ളിയും ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തു. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ, അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വരെ അത്രയൊക്കെ മതി കേട്ടോ. 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാട്ടത്. അതാണ് ഞാനിത് കാണിച്ചത്. ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ട്, ചെയ്ത് നോക്കിക്കോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര ഐറ്റംസ് മതി കേട്ടോ മസാലയായിട്ട്. ഈ ഒരു അളവ് തന്നെ മതി കേട്ടോ, മുളക് പൊടിയും കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ 1 കപ്പ് വെള്ളം കൂടെ, കടല വേവിക്കാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. മിക്സ് ആക്കിയിട്ട് കടൽ വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ കറി വെച്ചാൽ. അതാണ് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്തപ്പോൾ ഒന്ന് റെസിപ്പി ആയിട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അറിയാത്തവർക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ വേവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് തേങ്ങ, ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഞാനത് പറയാം കേട്ടോ. ഇത് നമ്മൾ അതിനുശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ വിത്തറ് കൊടുക്കൂലേ, അരി കൊടുക്കൂലേ, അങ്ങനെ മാസങ്ങൾക്ക് ശേഷം അതൊക്കെ വീടുകളിലേക്ക് കൊണ്ടു കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ പാർട്ടീഷനിൽ പ്ലാന്റൊക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കട്ടെ കേട്ടോ. അതിനുശേഷം ഞാൻ കടലക്കറിയിലേക്ക് തേങ്ങയും 2 ചുവന്നുള്ളിയും 2 വെളുത്തുള്ളിയും കുറച്ച് വലിയ ജീരകം ഒക്കെ ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് അരച്ച് ഒഴിക്കാണ്ട്. അത് വേണേൽ ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ ഞാൻ പ്ലാന്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അകത്ത് വെക്കുന്ന പ്ലാന്റ് വെച്ചിട്ടില്ല എന്ന്. ഒക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് വെച്ച് എല്ലാം ഒന്ന് വീടൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ അങ്ങനത്തെ പണികളും കാര്യങ്ങളും ഒന്നുമില്ല. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള പുഡിങ് എന്ന് പറയുമ്പോൾ ഗ്ലാസ് പുഡിങ്ങും നമ്മളെ ടെൻഡർ കോക്കനട്ട് സൂഫ്ലയില്ലേ, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പായസം ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനേക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അടിപൊളി സംഭവമാട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങ വെള്ളമല്ലേ, നമ്മളെ കരിക്കെടുക്കണം കേട്ടോ. കരിക്കിൻ്റെ കാമ്പും കരിക്കുമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം 4-4.5 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കായിട്ടുള്ള ചൈന ഗ്രാസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് കുറച്ച് തണുത്ത വെള്ളത്തിലവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു 5 മിനിറ്റ്. അതിന് ശേഷം നമ്മളിതിലേക്ക് ഈ കരിക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് അളവിന് ഞാൻ ചെറിയ അളവ് പറഞ്ഞുതരാം. 1.5 കപ്പളവിൻ്റെ 1.5 കപ്പ് തേങ്ങ വെള്ളത്തിന്, അതായത് കരിക്ക് വെള്ളത്തിന് 5 ഗ്രാം ചൈന ഗ്രാസ്. അത് കറക്റ്റാണ് കേട്ടോ. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരളവിന് എടുത്തു. ഞാനിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്തതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകണ്ടെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു തരാണ്ടിരിക്കുകയാണ്. 1.5 കപ്പിന് 5 ഗ്രാം ചൈന ഗ്രാസ് കേട്ടോ. 10 ഗ്രാമിൽ ചൈന ഗ്രാസ് ആണ് കിട്ടുക. അത് പകുതിയാക്കിയിട്ട് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് വെള്ളം അതിനനുസരിച്ച് അളന്നെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം ചില കറിക്കിന് മധുരം ഉണ്ടാവും,
ചില കരിക്കിന് മധുരം കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതൊന്ന് കണക്കാക്കിയിട്ട് കുറച്ച് മധുരം ഇട്ട് കൊടുക്കുക. ഒരുപാട് മധുരം നമുക്ക് വേണ്ട കേട്ടോ. ഇനി ഒരു എന്താ പറയുക, ആ കരിക്കിൻ്റെ പൾപ്പും കൂടെ നമ്മൾ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതാ മധുരം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ആ ഒരു ചൈന ഗ്രാസും കൂടെ അതിൽ മെൽറ്റായി നല്ല കട്ടകളൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ, ലിക്വിഡായിട്ട് കിട്ടും. അതുവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസൊക്കെ മെൽറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്നും വേണ്ട, നന്നായിട്ട് തിളക്കുമ്പോഴത്തേക്കും അതൊക്കെ ഫുള്ള് മെൽറ്റായി നല്ല ലിക്വിഡായിട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് മെൽറ്റാവണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് തന്നെ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏത് നിങ്ങളുടെ കയ്യിലെ സ്റ്റീലിൻ്റെ പരന്ന പാത്രത്തിലേക്ക് ഒഴിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ 2 ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പോരാട്ടോ, ഞാൻ കുറച്ചധികം എടുത്തുകൊണ്ട് വേറെയും സ്റ്റീലിൻ്റെ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചൂടോടെ തന്നെ ഒഴിക്കുകയാണ്. നിങ്ങളിത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മളിത് ക്രിസ്റ്റലായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കട്ടിയിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കട്ടിയുള്ള ക്യൂബ് കിട്ടുമ്പോൾ ടേസ്റ്റ് ഇല്ലല്ലോ. അങ്ങനെ ചെറിയ കഷ്ണം കിട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക. അതുകൊണ്ട് ഇങ്ങനെ ലൈറ്റായിട്ട് തിന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഫ്രീസറിലല്ല 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോഴത്തേക്കും അത് നല്ല ജെല്ലി ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അത് കാണിക്കാം. ഇനിയിപ്പോൾ അത് ഞാൻ നമ്മളെ ഇളനീരിൻ്റെ പൾപ്പുണ്ടല്ലോ, കുറച്ചൊരു തിക്കായ പൾപ്പായാലും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അത്രയും എടുക്കുക, അതിനൊന്നും ഒരു കണക്കൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 3-4 എണ്ണത്തിൻ്റെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നമ്മളെ പാലുണ്ടല്ലോ, അത് പച്ചപ്പാലായാലും തിളപ്പിച്ച പാലായാലും കുഴപ്പമില്ല, പാല് ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഒഴിച്ചതാണ് കേട്ടോ. ഇത് കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്, അതാണ് കറക്റ്റ് ക്വാണ്ടിറ്റി പറയാത്തത്. ഇനി ഇതിലേക്ക് മധുരത്തിന് നിങ്ങൾക്ക് പഞ്ചസാര മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാനൊരു 1/2 ടിൻ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡ് നിങ്ങൾക്കറിയാം, മിൽക്ക് മെയ്ഡ് എന്തിലും പുഡിങ്ങിലൊക്കെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ഒരു ക്രീമി ടെക്സ്ചറും ടേസ്റ്റും എല്ലാം കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കരിക്കും പാലും പഞ്ചസാരയും മാത്രം മതി കേട്ടോ. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇതിനോ ഇനിയിപ്പോൾ എന്തെങ്കിലും പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് തലേദിവസം തന്നെ സെറ്റാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പായസം പോലെ കേട്ടോ. എന്താ പറയുക, സ്കൂപ്പ് ചെയ്ത്, അതായത് കൂരി കഴിക്കുന്നതല്ല, കൂരി കുടിക്കുന്നതാണ് കേട്ടോ. ആ ഒരു ടെക്സ്ചറാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഒരു ഗ്ലാസ് പുഡിംഗ് ഇല്ലേ, ഇളനീറിന് വെള്ളം കൊണ്ടുണ്ടാക്കിയത്, അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഞാൻ അരച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അത് സെറ്റായിട്ടോ. നിങ്ങൾ സെറ്റായിട്ടില്ലേ കുറച്ച് സമയം കൂടെ വെച്ചോ. 1 മണിക്കൂർ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്കായിട്ടുണ്ട്. ഇനി ഇതുപോലെ തിന്നായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. വളരെ തിന്നായിട്ടല്ല, ഇതുപോലെ ഇങ്ങനെ ഞാൻ കാണിച്ചുതരാം. ക്യൂബായിട്ട് ഇങ്ങനെ ഈ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തിരിച്ചും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ സ്റ്റീലിൻ്റെ പ്ലേറ്റിലും ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് അത് ഉണ്ടാക്കാൻ, ഭയങ്കര ഇളനീരുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും ട്രൈ ആക്കി നോക്കുക. എനിക്ക് ശരിക്കും പായസത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. പിന്നെ നല്ല ചൂടുമല്ല, അപ്പം ഞാനത് ആക്കാമെന്ന് വിചാരിച്ചു, അതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാ ട്രേയിലുകളും ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ചില്ലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് മൊത്തം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ ട്രേയിലുള്ളതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല, ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിനേക്കാളും ലൂസായിട്ട് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ നമ്മളൊരു അടപ്രഥമൻ്റെ ആ ഒരു ചെറിയൊരു കുറുകലോട് കൂടിയിട്ടാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. ഇതിനേക്കാൾ ലൂസാക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും ഇപ്പോൾ. എന്നിട്ട് നാളെ നമ്മൾ സെർവ് ചെയ്യുന്ന ഇതിൻ്റെ അന്ന് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. നല്ല തണുപ്പിച്ചിട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതും സെറ്റായി. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുണ്ടാക്കി സ്വീറ്റായിട്ടുള്ള ഐറ്റം ഉണ്ടാക്കി വെച്ചു. പിന്നെ ചിക്കൻ എല്ലാം കഴുകി അങ്ങനത്തെ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എനിക്ക് ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ഇത് വന്നിട്ടില്ല. പിന്നെ മയോണൈസ് അതൊക്കെയാണല്ലോ ഉണ്ടാക്കണ്ടേ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിന ചപ്പ് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനിയില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രാത്രിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നു. മാറ്റൊക്കെ ഒന്ന് തുടക്കലും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞതാണ് പകൽ തന്നെ. അപ്പോൾ അത് മാറ്റൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മാറ്റുകളൊക്കെ വിരിക്കുന്നതാണ്. ഇതിൻ്റെ തലേദിവസം രാത്രി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുക. പിന്നെ റഫീഖ് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ സ്ഥിരം ഇതിൻ്റെ തലേദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, നമ്മൾ വീഡിയോ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഇതൊക്കെയാണ് നമ്മളെ ഇത് രാവിലെ നടക്കുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ അപ്പം ചുടാറുണ്ട് കേട്ടോ, ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ചൂടല്ലേ, അപ്പോൾ എനിക്ക് തോന്നിയത് വേണ്ട. എന്താ പറയുക, ഒന്നാമത് കുറേ നേരം നമുക്ക് അടുപ്പിൻ്റെ അടുത്ത് നിൽക്കണം. പിന്നെ ആർക്കും അങ്ങനെ കാര്യമായിട്ട് ഫുഡിനോടും വലിയൊരു താല്പര്യമില്ല കേട്ടോ. കുറച്ച് തണുപ്പുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതായിരിക്കും കുറച്ചുകൂടെ ഹെൽത്തിയും അതുപോലെ തന്നെ കുറച്ചുകൂടെ ആവശ്യവും വരാതാന്ന് തോന്നുന്നു. ഭയങ്കര ദാഹവും അങ്ങനത്തെയൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ വേണം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. ഇനിയിപ്പം പെങ്ങന്മാരൊക്കെ വരുന്നുണ്ട് അടുത്ത ആഴ്ചക്കായിട്ട്. നമുക്ക് കുടുംബത്തിൽ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവർ നിൽക്കാൻ വരികയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ സമയത്ത് ഞാൻ റെസിപ്പിയൊക്കെ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ അതും കാണിക്കണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ വീടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നത് രാവിലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി പോവുകയുള്ളൂ കേട്ടോ. ഭയങ്കര ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും നാളെ നമുക്ക് ഉണ്ടാവില്ല. ഇന്ന് എല്ലാം സെറ്റാക്കി വെച്ചതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റഫീഖൊക്കെ എന്താ പണി ഞാൻ കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ തലേദിവസം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുള്ള് ലൈറ്റെല്ലാം ഇട്ടിട്ട് ചെടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കലും അതുപോലെ മുറ്റത്തുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ ചെയ്യാം. റഫീഖ് ഇതാ വണ്ടി പള്ളിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല ക്ലീനായ വണ്ടി, അത് ഏത് വണ്ടിയായാലും കേട്ടോ, അങ്ങനെ ക്ലീനായാലും വണ്ടിയിലൊക്കെയാണ് പോവുക. അപ്പോൾ അതിന് വേണ്ടി വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, റഫീഖ ടൈം എടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റഫീഖാൻ്റെ തീരുമ്പോഴത്തേക്ക് നമുക്കും ഞാനിതാ മൈലാഞ്ചി, ഞാനും ഷാനും കേട്ടോ, നമ്മളെ മുന്നിലെ വീട്ടിലെ കുട്ടിയില്ലേ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും സ്ഥിരം കാണുന്നവർക്ക്. അപ്പോൾ ഷാനു വന്നിട്ടുണ്ട്. ഷാനു അവിടെയുള്ള ഏരിയയിലുള്ള എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടാട്ടോ ലാസ്റ്റാണ് എൻ്റെ അടുത്ത് വരിക. എനിക്ക് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഞാൻ വൈകും. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ മെഹന്തി ഇടട്ടെ. ഷാന് നല്ല അടിപൊളിയായിട്ട് ഇടും കേട്ടോ. നമ്മളിങ്ങനെ ഡിസൈൻ നോക്കും എന്നിട്ട് അതുപോലെ ഇടലാണ് ചെയ്യുക. ഞാൻ ഭയങ്കര ഹെവി ഇടലുണ്ട്, പക്ഷെ ഇങ്ങനെ ഇതിനൊക്കെ സിമ്പിളായിട്ടുള്ള അങ്ങനത്തെയാണ് കേട്ടോ ഇടുക. ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇടൽ. പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര പണിയുണ്ടെങ്കിലും എത്ര സമയം വൈകിയാലും എനിക്ക് മെഹന്തി ഇടണം കേട്ടോ. ഇടാണ്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. രാവിലെ എണീക്കുമ്പോൾ ഇതൊരു പ്രത്യേക സന്തോഷമായിരിക്കും കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് ആ ഉറക്കച്ചടപ്പൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഇത് ചോദിച്ചോ എന്താണ് സ്ഥിതി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വേഗം എണീക്കും കേട്ടോ. ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ഇതൊന്നും പിന്നത്തെ ഒരു ഇതിൽ നമുക്ക് കിട്ടൂല. എങ്ങനെ ഏതൊരു ദിവസവും നമുക്ക് കിട്ടൂല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെ ആ സന്തോഷവും കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലും ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ മെഹന്തി ഇടലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈദിൻ്റെ രാവിൻ്റെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഈദ് സ്പെഷ്യൽ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. പിന്നെ ഈദ് സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് സ്പെഷ്യൽ വീഡിയോ തന്നെ ആയിരിക്കും. അത് നിങ്ങൾക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നടക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സും എല്ലാം ഞാൻ അതിൽ കാണിക്കാം കേട്ടോ. സർപ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കാണ് കേട്ടോ. നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം അതിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു തമ്പോ സ്മൈലിയോ എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.